മതിയോ? ഇത് മതിയോ? മതിയോ അല്ല അത്രയല്ലേ ഉള്ളൂ. ഉണ്ട് വേണം. അത് മെഴുക്കൂട്ടി വെക്കണോ തോരൻ വെക്കണോ? അതിനാണ് ചുമക്ക് 8 മണിയായി. അത് പിന്നെ എന്താ കാണിക്കുമ്മ? അതെന്തിനാ പായലെടുത്ത്? ആ പായ അങ്ങോട്ട് എടുത്തിട്ടോ? പായലോ? എല്ലാം കൊണ്ടുപോയിട്ടോ. നിങ്ങൾക്ക് തിന്നാൻ വേണ്ടേ? അതൊക്കെ ഒരാഴ്ച കൊണ്ട് അറിയില്ല. അമ്മ തിന്നുന്നേ പേരല്ലേ? പേരയുടെ ഇലയോ? മീനുണ്ടോ അതിനകത്ത്? എല്ലാം അതിനകത്ത് ഇട്ടോ? ആഹാ ആ ആ അയ്യോ ഈ മണ്ണോ? നാരായണയുടെ പഴയ ഉടുപ്പ്. അതൊരു കുഞ്ഞു നീർക്കൂല കിടപ്പില്ലായിരുന്നോ? അപ്പോൾ പോയി കാണും അല്ലേ? അപ്പോൾ പോയി കയറി കാണും. അതിനകത്തുണ്ടോ കുറേ തുണി? പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. അത് കളച്ച് കുഴിയാക്കുമോ? അവിടെ കളച്ച് കുഴിയാക്കുന്നുണ്ടോ?
പഴയ ഫോട്ടോ അല്ലേ? അതവിടെ അങ്ങനെ അവിടെ വന്നേ. അവിടെ കിടക്കട്ടെ. പഴയ ഫോട്ടോ കണ്ടിട്ട് എന്നാ കാണാനാ? വെറുതെ നമ്മൾ അയ്യോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു ഉമ്മ കാണാൻ പറയാനായിട്ട്. അങ്ങനെ എനിക്ക് പഴയ ഫോട്ടോ കാണുന്നത് എനിക്ക് താല്പര്യമില്ല. ആ, എനിക്ക് ഒരു ജീവിതം കാണാൻ താല്പര്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ചേട്ടാ ഇപ്പോൾ താടി വെച്ചെന്ന് പറഞ്ഞ് എനിക്ക് ചാകാൻ പറ്റുമോ? അയ്യാ, ഇത് കൊള്ളാം. അവിടെ വല്ലതും കഴിച്ചോ? പറ്റിച്ചു. ശവളമ്മ ഇറങ്ങുന്നോ? പഴയ ഫോട്ടോ ആണ് കണ്ടോ? ഉണ്ട്, ഇപ്പോഴും അതിനകത്ത് നല്ല ഫോട്ടോ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ പഴയ ഇതിപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കിടപ്പുണ്ടല്ലോ പഴയത്, അങ്ങനെ മതി. കാണിച്ച് എല്ലാത്തിനൊക്കെ കാണുന്നു വെറുതെ. ഇത് കണ്ടോണ്ടാ ഞാൻ വന്നത്. കണ്ടപ്പോൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഇല്ല. അതായിരിക്കും മിക്കവാറും ഇത്. അമ്മ സൂക്ഷിച്ച് വെക്കുമായിരുന്നു കാക്കമ്മ. അമ്മയ്ക്ക് ആ ഒരു ഷേപ്പ് കാണാൻ ഭയങ്കര ഇഷ്ടം. അമ്മയ്ക്കിപ്പം മൊബൈലൊന്നും ഇല്ല എടുത്ത് പഴയത് കാണാൻ വേണ്ടി. എന്നാ പറയാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ. പേരയാണോ മോളെ നിൽക്കുന്നത്? ആണോ? ആണോ? അല്ല. ആരാണി കഴിച്ചോ? ഞാന്ന് പറഞ്ഞ കേട്ടില്ല. എപ്പോൾ കഴിച്ചു? ചപ്പാത്തി കഴിച്ചോ? എത്ര കഴിച്ചു? അതിനെ നിനക്ക് സംസാരിക്കുമ്പോൾ ഒരു കലിപ്പ്. ഓ ആണോ? ആ മാറ്റാക്കാൻ എനിക്കറിയാം കേട്ടോ. ഉപകാരം എന്നോട് ചോദിക്കാൻ പറ്റില്ലേ കേട്ടല്ലോ. സന്തോഷം. ഓ സമാധാനം. കുട എടുത്തോ? കുട എടുത്തല്ലോ. നല്ല ഭാവം, മോഹഭാവം, അടിപൊളി. ഒരു സന്തോഷകരമായ വാർത്ത നാരായണി പറഞ്ഞു. മേലെ എന്നോട് മിണ്ടിപ്പോയി, അമ്മ എന്നോട് മിണ്ടണ്ടെന്ന്. അത് പറയത്തില്ല എൻ്റെ അടുത്ത്. ഞാൻ അവിടെ പോയി ഉപ്പിടാൻ പോകുമ്പോഴേക്കും കണ്ടാൽ മതി. ഞാൻ ഞെട്ടണം, ഞെട്ടിത്തരിച്ച് അറ്റാക്ക് വന്ന് ചാകണം. ഞാൻ അതിന് വേണ്ടിയാണ്. അവള് കഴിച്ചെന്ന് പറഞ്ഞു. കഴിച്ചില്ല, കഴിക്കണ്ടെന്നേ. കാര്യമുണ്ട്. അവൾക്ക് വിശന്ന് അവൾ കഴിക്കും. അലമാരിക്കകത്ത് ടവൽ അമ്മ കേറുന്നെടുത്ത്. അമ്മ പഴയ ജിമ്മാണ്. അമ്മ ഇങ്ങനെ നടത്തിക്കാതെ. നിനക്കറിയത്തില്ലേ ടവൽ എടുത്തോണ്ട് പോണെന്നുള്ളത്? എന്നാ മറന്നുപോയി? നീ ശരിക്കും കഴിച്ചോ? നീയാ കഴിച്ചു. എത്ര കഴിച്ചു? രണ്ടെണ്ണോ? ഇത്ര അഹങ്കാരം ഒന്നും ചോദിച്ചില്ലേ നീ? അമ്മ അന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു.
അമ്മ എന്നാ പണി ചെയ്യ അല്ല പിന്നെ എനിക്കറിയത്തില്ല. അല്ല നിനക്കിതറിയത്തില്ലേ ടവൽ എടുക്കണമെന്നുള്ളത്? കഴുകണോ? ഇതും കൂടെ കൊണ്ട് ഇത് അഴുക്കാക്കിയിട്ട് അവിടെ കൊണ്ട് വെക്കും. കൊടുക്കരുത് പിന്നെ. അതെന്റെ ഡ്രസ്സിന്റെ കൂടെ എനിക്ക് കിട്ടിയതാ. അതെന്തും ആയിക്കോട്ടെ. നീ നിൽക്കണ്ട, വണ്ടിയെ കയറ്റത്തൊന്നുമില്ല. പേടിച്ചു. ആ അതെ 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 ശരി, ഞാൻ മറന്നുപോയി. ഇത് പിടിച്ച് ഞാൻ വിരിച്ചോളാം. വെച്ചേക്ക്. ഞാൻ വെച്ചോളാം. അമ്മ ഞാൻ വിരിച്ചോളാം. അമ്മ കഞ്ഞി വറുത്താൽ മതി. അത് ശരി. നീ കാഞ്ഞി വറുക്കണ്ട. എണീറ്റ് ഉടനെ വന്ന് നോക്കുക കാസറോളിനകത്ത് എന്തോ ഉള്ളതെന്ന്. ഇത് സമയം എത്രയാന്നറിയോ? ഇന്ന് തന്നെ താമസിച്ച് എണീറ്റേ. അവിടെ മൂടിയിട്ട് കിടന്നോണ്ടാ. ആണോടാ? മെറ്റമില്ലാത്തോണ്ട് അവിടെ കിടന്നാണ്. ഫോൺ എടുക്കണ്ട. എണീറ്റ് ഉടനെ ഫോണാണോ എടുക്കുന്നേ? പിന്നെ സമയം 10:05. ചിലപ്പോ ഉണ്ടാക്കട്ടെ. ആളവിടെ കുളത്തില കിടക്കുവാണോ? ശമ്പൂട്ടോ എത്ര പുതപ്പിട്ടാ പുതച്ചത്? ഉറക്കം പോയില്ല പിന്നെ? ആദ്യം വന്ന ഉടനെ ഉണ്ടല്ലോ അടുക്കള പോയിട്ട് കാസറോട് തുറന്നു നോക്കി എന്തുവായിരുന്നു ഉണ്ടാക്കി വെക്കുന്നത്. അത്രേ ഒരു കെട്ട് തുണിയില്ലേ? അത്ര ഇടണമെന്നർത്ഥം. ഈ മണം ഇത്ര കുറച്ച് നേരം നിൽക്കുള്ളൂ. അങ്ങനെ നിൽക്കത്തില്ല. ഒത്തിരി കിട്ടാനും കുറച്ചിട്ടാൽ എന്നാടേ സെറ്റായോ? അവിടെ കൊച്ചു പിള്ളേരുള്ള താഴെ ആതിരയുടെ കൊച്ചായിരിക്കും. ആ തീരെ കൊച്ചല്ലല്ലോ. അല്ല അവള് തന്നെ അറിയുന്നേ.
ഇതെവിടെ വെക്കുന്നേ? ഓ അതിൻ്റെ ചുവട്ടിലാ? വേറൊന്നുമില്ല, പലയിടത്തായിട്ട് ഇടുക. ഇല്ലാത്ത മണ്ണില്ലാത്ത സ്ഥലം വേറെ കുറ്റിച്ചൂലില്ലേ? ഇല്ലെന്നേ, അതൊക്കെ പോയില്ലേ? ഈ ടാങ്കിലേ, സോറി, ഈ കുളത്തിനകത്ത് ഏകദേശം എത്ര ലിറ്റർ വെള്ളം കാണും? 30,000. വൃത്തി എണീറ്റിട്ടുണ്ടോ അവിടെ? ഇപ്പം എണീറ്റതുള്ളൂ. അതെ, പിന്നല്ലാണ്ട്. അങ്ങനല്ല, ചേട്ടൻ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴേക്കും അന്നത്തെ ദിവസം എനിക്കിഷ്ടമില്ലാത്ത എന്നാണെന്നറിയോ? ജോലി ദിവസം മൊത്തം ചേട്ടാ ഈ കലിപ്പായിരിക്കും. മൊത്തത്തിൽ കലിപ്പായിരിക്കും. എൻ്റെ സഹായമാണോ എന്നെ സാന്നിധ്യം ഇല്ലാഞ്ഞിട്ടാണോ എന്നാന്ന് എനിക്കറിയത്തില്ല. ഇനി അത്രയും നേരം എന്നെ കാണാതിരുന്നിട്ടാണോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അതായിരിക്കും. വരുന്നുണ്ടെന്ന് തോന്നുന്നു സാധനം. ഉണ്ടോ? ഇങ്ങനെ ഒരു കിട്ടുന്നത് മൊത്തം കുഞ്ഞുങ്ങളാണ്. അത് കിടപ്പുണ്ടോ? ഗപ്പി കിടപ്പുണ്ടോ? പക്ഷെ എന്നാ ചെയ്യാൻ പറ്റും? ഇതിനകത്ത് കാണാൻ പറ്റത്തില്ല, മണ്ണ് ചെളി കൊണ്ട ആയതുകൊണ്ട്. ഇതിനകത്ത് അരിപ്പം. ചേട്ടാ കയറുവാണോ? അത് വെള്ളം തെളിഞ്ഞ് കൊണ്ട് പൊങ്ങി വരും. വേറെ മരത്തിരിക്കും. ചപ്പിനകത്തുണ്ടോ ഗപ്പി? മീനുണ്ട്. ഈ ഗപ്പി എങ്ങനെ എടുക്കും ഇനി? കുറേ ഉണ്ടല്ലേ. അച്ചോ, അരിച്ചെടുക്കണോ? വെള്ളം തെളിയും കുറച്ച് കഴിയുമ്പോൾ. ചുമ്മാ ഇറക്കുമ്പോൾ തെളിഞ്ഞ് കഴിയുമ്പോൾ മോളി വരുമല്ല. ഇതൊന്നും പോകുന്നു. ഇപ്പം കാണാൻ പറ്റത്തില്ല, ചെളി കാരണം. ആകാശത്തിന് എന്നാ കുഴപ്പം? നല്ല നീല കളർ ഉണ്ടോ? നീല കളർ എവിടെയാ? നോക്ക്, മൂടി നിൽക്കുന്നുണ്ടോ? ഈ സാധനം കൊണ്ട് ഇന്ന് സിമെന്റ് എടുത്തിട്ട് കഴിഞ്ഞാലേ മഴ പെയ്ത് നീല കളർ അല്ലേ? സിമെന്റ് ഒട്ടും കാറില്ലാത്ത ദിവസം നീല കളറൊക്കെയാ. താഴോട്ട് താത്തേ പയ്യെ താഴോട്ട്. നമ്മുടെ മൂടല്ലേ ആ സാധനം ഇങ്ങോട്ട് കയറി വരും. മഴ പെയ്യും ചിലപ്പോൾ. അതുകൊണ്ട് ഇന്ന് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നിന്റെ ഫോട്ടോ
ആറ് ഫോട്ടോ ഇതെല്ലാം പൊടിച്ച് ഇതിനെ കൂടെ ഇടിച്ച് ശരിയാക്കിയാ ആരും നിന്റെ ആരും വരുന്നുണ്ടോ തൂക്കാൻ? അപ്പൻ എന്ന് പറയാട്ടോ പ്ലീസ്. നിന്റെ അപ്പൻ മാർക്കോ കൊണ്ടോ മാറ്റി പറിച്ച് വെച്ചേക്കുന്നുണ്ടോ? ഇതേണ്ട ഇവിടെ മാറ്റി പറിച്ചു. അത് എവിടെ നിന്ന് എടുത്താ ഇത്? ആവശ്യമില്ല പോയി പല്ലൊക്കെ തേച്ച് കുളിക്കാൻ നോക്ക്. എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ ദേ വീണിതല്ലോ കിടക്കുന്നു കട്ടിലേൽ. പ്രഷർ കൊളസ്ട്രോൾ നോക്കാൻ പറഞ്ഞിട്ട് നോക്കിയില്ല. ഒരു കാര്യം ചെയ്യ്, തല പൊക്കുമ്പോൾ എണീക്ക് പോയേക്കാം. വെള്ളം വരാനില്ലേ പിടിച്ചെടുക്കാൻ പോയാലേ വലിയ പണിയാ. ഊട്ടി വിട്ടേക്കാം മൊത്തം. ഏത് കുളത്തില്? ബാക്കി എല്ലാത്തിനകത്ത് വിട്ടണം. എല്ലാത്തിനകത്തും നിറഞ്ഞു ഓവറായി. ഇതിനകത്ത് മാത്രം ഇട്ടില്ല. മൊത്തം പോയി. അതിനകത്തുണ്ടോ ഇനി ചെളിക്കകത്ത്? അതിലില്ല, അങ്ങനെ വരത്തില്ല. അങ്ങനെ നിൽക്കും. എല്ലാം അവിടെ വരും. കാണത്തില്ലല്ലോ. എനിക്ക് കാണാം. പാവക്ക് ഉണ്ടോ? കണ്ട് കുറേ എണ്ണം പൊങ്ങിയുണ്ടോ അവിടെ? ഉണ്ട്, കുറേ ഉണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര ക്ഷീണം പോലെ ഇരിക്കുന്നു. അത് കുറേ എണ്ണം ഇവിടെ ഇവിടെ ഇതെല്ലാം ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇട്ടതും എല്ലാം കൂടെ ഉണ്ട്. ഇത് ചുമന്നേ ഉണ്ട്. ചുമന്ന ഇതിനകത്ത് ഉണ്ടായിരുന്ന ഈ വെള്ളത്തിനകത്ത് മീൻ കുഴപ്പമില്ലോ അല്ലേ? അത് മാറ്റണം. നമ്മളിപ്പം ഒറ്റക്കുളം റെഡി ആയി കഴിയുമ്പോൾ ഇതിനകത്ത് കുറേ സ്ഥലത്തെ പിടിച്ച് അതിനകത്ത് ആ വലിയ കല്ലും കൂടെ നമുക്ക് പൊട്ടിക്കാൻ പറ്റിയായിരുന്നെങ്കിലോ? വലിയ കല്ല് പൊട്ടിക്കാൻ പറ്റിയിരുന്നെങ്കിലോ? വെള്ളം കുറച്ച് വെള്ളത്തോളം വെടിവെച്ച് പൊട്ടിക്കാൻ പറ്റും. ഈ ഷേപ്പിലെ കിട്ടത്തോളം തീർന്നില്ലേ? അവിടെയൊക്കെ മോളെ കൊണ്ടിട്ടോണ്ടിരിക്കും. ഇങ്ങോട്ട് അടുപ്പിച്ച് ഏകദേശമായി. അങ്ങോട്ടൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. എന്നാ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് കുളിച്ചിട്ടെന്നല്ലേ പറഞ്ഞത്? അല്ല പിന്നെന്തുവാ, എന്തൊക്കെയോ പറഞ്ഞു വരുന്ന എപ്പോഴെപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അതാർക്കാണല്ലോ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. ഓ എന്ന് വെച്ചാൽ നിനക്ക് ആരാധകർ കൂടാൻ വേണ്ടിയുള്ള പരിപാടിയാണോ നീ ഞങ്ങളെയൊക്കെ തെറി പറയുന്നത്? ആഹാ നാണമില്ലേ? എന്തിനു ഈ ആരാധന കൂടുന്ന ചേട്ടായിക്ക്? നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ നിന്നാച്ചാൽ മതി, അപ്പോൾ ആരാധകർ തന്നെ വന്നോളൂ. ഓ അത് വേണ്ടി ഞങ്ങൾക്ക് ആരാധകർ അങ്ങനെ കൊണ്ട് നമ്മളെ സ്നേഹിക്കുന്നവരുണ്ട്. അല്ലാതെ ഈ നിങ്ങളൊക്കെ തോന്നിവാസം പറഞ്ഞിട്ട് നമുക്ക് ആരാധകർ കൂടണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ കൂടണ്ടേ? നമ്മുടെ സ്വഭാവത്തിൻ്റെ ബേസിലാണ് ആരാധകർ കൂടേണ്ടത് കേട്ടോ. ആൾക്കാർ അവരുടെ കൂടെ നിൽക്കും. നല്ല കുറേ ആൾക്കാർ അങ്ങനെ വേണം നിൽക്കാൻ. നമ്മുടെ കൂടെ പാരത്തിന് വേണം നമുക്കില്ലല്ലോ. അയ്യോ ഭയങ്കരം. എന്തിനും പിന്നെ ഈ ന്യായമുള്ളത് നാക്കുള്ളത് കൊണ്ട് പിന്നെ പിടിച്ചു നിന്നോളൂ. മല്ലിയല്ലേ എന്തിനാ? നിനക്കറിയാം അവര് ഗരം മസാല എടുത്ത് മറ്റേ ഇതിനകത്തിട്ട് ഇളക്കി തിന്നാനായിട്ട്. എന്റെ ദൈവമേ. സാരില്ല മോനെ, കുഴപ്പമൊന്നുമില്ല. അപ്പം വരട്ടെ കേട്ടോ. ആ സംഭവം നീ കുളം കണ്ടോടി?
കണ്ടോ എന്നാ ഞാൻ നോക്കാം. എൻ്റെ ദേവി എന്തരായോ എന്തോ. അവിടെ കൊക്കുന്നേ അത് കളിക്കുന്ന എന്തിനാ? ഉടുപ്പ് അയോട്ട് ഇട്ടാക്ക, അല്ല അമ്മ ഇട്ടോളാം. ഒത്തിരി അടിക്കുമ്പോൾ അത് മണ്ടയിരിപ്പില്ലേ? ശാംഭവി എന്നെ കാണിക്കുന്നേ? അതൊക്കെ അവിടെ വെക്ക്. എന്നാ അവിടെ പരിപാടി? ഒക്കെ ഞാൻ ചെയ്തോളാം. വരുവ. എന്നാ താഴെ വീണിപ്പോ നീന്തിനാ കറിയുന്നേ? അതിനെന്നാ അമ്മ എടുത്തോളാം. ആര് താഴെ വീണു? കൊച്ചു വീണോ? തുണിയോ? ഓ ഞാനങ്ങ് പേടിച്ചു പോയി. സാരമില്ല, എൻ്റെ ഒരു ചെരുപ്പ് പോലെ അവിടെ വീണു. പൊക്ക കയറി പൊക്കാതായിരിക്കും നല്ലത്. ആ കർട്ടനത് പേടിച്ചു പോയി. വലിയ സംഭവം ഉണ്ടായിട്ട് കരയത്തുമില്ല. ഇല്ല പിന്നെ ഭയങ്കര സുഖം. അതാകുമ്പോ ലുങ്കി നനയും. ചാറ്റമഴ. മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇന്ന് ബാക്കി പണി ചെയ്യാതിരുന്നത്. ഇതേ മഴ പെയ്ത പണിയാവും. ഇതിനകത്ത് കുറേ കുഞ്ഞ് അലങ്കാര മത്സ്യങ്ങളാണ്. അതിൽ ഒന്ന് ഗപ്പിയാണ്, പിന്നെ വേറൊരു റെഡ് മോളി എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. പിന്നെ എന്നൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. മഴ മഴ ഒരു വരവും ഒരു പോക്കുവാ. നിമിഷ നേരത്തെ കേസമുള്ളൂ.
ടാറ്റാ. പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും? ബാഗ് നിറയെ പോയി വരുമ്പോൾ. ഒന്നും കൊണ്ടിട്ടില്ല. ഞാൻ അവിടെ കയറണം എനിക്ക്. പോണേ. സിമെൻറ്റിൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോയത്. നാളെ തെളിവാണ് എടുക്കണം. ഇറങ്ങണ്ട. ഇരുട്ടത്ത് എവിടെ വരുമോ? ഇരുട്ടത്ത് സിമെൻറ്റ് വാങ്ങിക്കാൻ പോയല്ലോ, ചോദിക്കാൻ പോയത്. നാളെ പോകുമ്പോൾ എടുക്കുന്നു. സിമന്റോ? സിമന്റ് വീഡിയോ കാണുമ്പോ ഭയങ്കര തിരക്കല്ലേ? മീൻ വെക്കണം, എന്തൊക്കെ പരിപാടികളാണോ? എടി അവിടെ നിന്ന് കാണത്തില്ല. ഇതാണ് തല, ഇങ്ങോട്ട് വെക്കും. അവൾ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെ, അമ്മ എപ്പോഴും ചോദിക്കാറുണ്ട്. അമ്മ വരെ തുടങ്ങാൻ തുടങ്ങി.